ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയ്ക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത 300 കോളേജുകളിലേക്ക് +1 8 ക്ലാസുകളിലേക്കായി അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ ജാമിഅത്തുൽ ഹിന്ദിന്റെ ഏകജാലക പ്രവേശന പരീക്ഷ JSAT-ലൂടെയാണ് പരീക്ഷ എഴുതേണ്ടത്. നിശ്ചിത തീയതിക്കകം അപേക്ഷകൾ സമർപ്പിച്ചവർ ജാമിഅത്തുൽ ഹിന്ദിന്റെ പോർട്ടൽ തുറന്ന് ഓരോരുത്തരുടെയും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. പ്രസ്തുത ഹാൾ ടിക്കറ്റിൽ തന്നെ അപേക്ഷാർത്ഥിയുടെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ വിവരങ്ങളും ഉണ്ടാകും. ഏപ്രിൽ 27-ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പരീക്ഷാ സമയം. ശേഷം ഇന്റർവ്യൂവും ഉണ്ടാകും. പരീക്ഷാർത്ഥികൾ രാവിലെ 9:30-ന് മുൻപ് തന്നെ പരീക്ഷാ ഹാളിൽ എത്തേണ്ടതാണ്. ഇതിനായി നേരത്തെ തന്നെ സെന്ററിലെത്തി ഹാൾ വിവരങ്ങൾ അന്വേഷിച്ചറിയണം. ഹാൾ ടിക്കറ്റ് പ്രിന്റ് എടുത്ത് കയ്യിൽ കരുതണം. ആധാർ കാർഡ് പോലെയുള്ള ഒരു ഐഡന്റിറ്റി കാർഡ് കരുതുകയും വേണം. രാവിലെ നടക്കുന്ന എഴുത്തു പരീക്ഷയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പരീക്ഷയും ഉണ്ടാകും. ഒബ്ജക്റ്റീവ് ടൈപ്പിൽ OMR രീതിയിലാണ് പരീക്ഷ നടക്കുക. ഓരോ വിദ്യാർത്ഥിക്കും പൂരിപ്പിക്കാനുള്ള OMR ഷീറ്റ് നൽകുന്നതാണ്. കൂടാതെ ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. 1. പരീക്ഷ തുടങ്ങിയ ഉടൻ തന്നെ ചോദ്യപേപ്പറിൽ അച്ചടിയില്ലാത്തത്, കീറിപ്പോയത്, താളുകൾ നഷ്ടമായത് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തുക. പ്രശ്നം കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഇൻവിജിലേറ്ററെ അറിയിച്ച് ചോദ്യപേപ്പർ മാറ്റേണ്ടതാണ്. 2. OMR ഉത്തരക്കടലാസിൽ രജിസ്റ്റർ നമ്പറും ചോദ്യപേപ്പർ കോഡും കൃത്യമായി അടയാളപ്പെടുത്തുകയും പൂരിപ്പിക്കുകയും ചെയ്യണം. ഹാൾ ടിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന വിധത്തിൽ പേര്, ക്ലാസ്, പരീക്ഷാ തീയതി, ഭാഗം 1 ആണോ 2 ആണോ എന്നതും എഴുതണം. പിഴവ് സംഭവിച്ചാൽ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം ചെയ്യപ്പെടുന്നതല്ല. പിഴവ് പറ്റാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. 3. ചോദ്യപേപ്പറിന്റെ മുൻവശത്തുള്ള നിർദ്ദിഷ്ട കോളത്തിൽ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ, പേര് എന്നിവ വ്യക്തമായി എഴുതണം. ഇതിൽ മറ്റൊന്നും എഴുതാൻ പാടുള്ളതല്ല. 4. +1 ചോദ്യപേപ്പറിൽ 3 ഭാഗങ്ങളിലായി ആകെ 100 ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും 3 ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങളുമുണ്ടാവും. ഓരോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യത്തിനുമൊപ്പം മലയാളത്തിലും ഇംഗ്ലീഷിലും 4 ചോയ്സുകൾ വീതം നൽകിയിട്ടുണ്ടാവും. ഇതിൽ ഒരു ചോയ്സ് ഏറ്റവും ശരിയായ ഉത്തരമായിരിക്കും. അതാണ് OMR ഷീറ്റിൽ രേഖപ്പെടുത്തേണ്ടത്. ഉദാഹരണത്തിന്, 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 3ാമത്തെ ചോയ്സ് അഥവാ C ആണെങ്കിൽ C എന്ന് രേഖപ്പെടുത്തിയ വൃത്തം മാത്രം പൂർണ്ണമായും കറുപ്പിക്കുക. 8ാം ക്ലാസ് പരീക്ഷയ്ക്ക് 2 ഭാഗങ്ങൾ അഥവാ ഭാഗം 1-ൽ 50 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും ഭാഗം 2-ൽ 3 ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങളും മാത്രമേ ഉണ്ടാവൂ. ഏറ്റവും ശരിയെന്ന് തോന്നുന്നതിനെയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നിലധികം ചോയ്സുകൾ തിരഞ്ഞെടുക്കരുത്. ഭാഗം 3-ൽ വിവരണാത്മകമായ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ചോദ്യപേപ്പറിൽ തന്നെ അതിനു നൽകിയിരിക്കുന്ന സ്ഥലത്താണ് എഴുതേണ്ടത്. ചോദ്യപേപ്പറിൽ ഇംഗ്ലീഷും മലയാളവും തമ്മിൽ വ്യത്യാസമുണ്ടായാൽ ഇംഗ്ലീഷ് പതിപ്പാണ് അന്തിമമായി കണക്കാക്കുക. 5. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും വിദ്യാർത്ഥികൾക്ക് നൽകപ്പെടുന്ന OMR ഷീറ്റിലായിരിക്കണം അടയാളപ്പെടുത്തേണ്ടത്. ഷീറ്റിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. OMR ഷീറ്റിന്റെ ഇടതുഭാഗത്ത് രജിസ്റ്റർ നമ്പർ എന്നെഴുതിയ ഭാഗത്താണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതേണ്ടത്. ഹാൾ ടിക്കറ്റിൽ അടയാളപ്പെടുത്തിയ 6 അക്ക രജിസ്റ്റർ നമ്പർ വൃത്തിയായി തെറ്റാതെ രേഖപ്പെടുത്തുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ 12 34 56 എന്നാണെങ്കിൽ രജിസ്റ്റർ നമ്പർ എന്നെഴുതിയതിന് തൊട്ടുതാഴെയുള്ള കോളങ്ങളിൽ 1 2 3 4 5 6 എന്ന രൂപത്തിൽ ഓരോ കോളത്തിലും ഓരോ നമ്പർ വീതം എഴുതുക. ശേഷം ഇപ്പോൾ എഴുതിയ രജിസ്റ്റർ നമ്പറിന് താഴെ 1 മുതൽ 0 വരെ താഴോട്ട് വൃത്താകൃതിയിൽ നമ്പറുകൾ കാണാൻ സാധിക്കും. ഓരോ രജിസ്റ്റർ നമ്പറിനും താഴെ അതത് വൃത്തങ്ങളിൽ ഏതാണോ യോജിച്ചു വരുന്ന നമ്പർ, ആ നമ്പർ മാത്രം പൂർണ്ണമായും കറുപ്പിക്കുക. അതായത് 1 എന്നെഴുതിയതിന് തൊട്ടുതാഴെയുള്ള വൃത്തങ്ങളിൽ 1 എന്ന ഭാഗം മാത്രം കറുപ്പിക്കുക. ശേഷം 2 എന്നെഴുതിയ കോളത്തിന് തൊട്ടുതാഴെയുള്ള വൃത്തത്തിൽ 2 എന്ന ഭാഗം മാത്രം കറുപ്പിക്കുക. ഇതുപോലെ ഓരോ കോളത്തിന് താഴെയുമുള്ള വൃത്തത്തിൽ അതത് കോളത്തിൽ എഴുതിയ നമ്പർ ഏതാണോ അവിടെ മാത്രം കറുപ്പിക്കുക. ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡാണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ കോഡ് എന്നിടത്ത് നിങ്ങളുടെ കയ്യിലുള്ള ചോദ്യപേപ്പറിന്റെ കോഡാണ് എഴുതേണ്ടത്. ഉദാഹരണത്തിന്, ചോദ്യപേപ്പറിന്റെ വലതുഭാഗത്ത് 4 അക്കത്തിൽ ചോദ്യപേപ്പർ കോഡുണ്ടാവും. 1001 എന്നാണ് ചോദ്യപേപ്പറിലുള്ളതെങ്കിൽ നേരത്തെ രജിസ്റ്റർ നമ്പർ എഴുതിയതുപോലെ ഓരോ കോളത്തിലും ഓരോ നമ്പർ വീതം തെറ്റാതെ എഴുതുക. ശേഷം നെയിം എന്നുള്ളിടത്ത് ഹാൾ ടിക്കറ്റിൽ നിങ്ങളുടെ പേര് ഏത് രൂപത്തിലാണോ ഉള്ളത് അതേ രൂപത്തിൽ OMR ഷീറ്റിലേക്ക് പകർത്തി എഴുതുക. ശ്രദ്ധിക്കണം, പേരെഴുതുമ്പോൾ മാറ്റി എഴുതരുത്. ഉദാഹരണത്തിന്, വിദ്യാർത്ഥിയുടെ പേര് ഹാൾ ടിക്കറ്റിൽ മുഹമ്മദ് അജ്മൽ K എന്നാണെങ്കിൽ അത് മുഴുവനായും എഴുതുക. മുഹമ്മദ് അജ്മൽ എന്ന് മാത്രം എഴുതരുത്. ശേഷം കാണുന്ന സ്റ്റാൻഡേർഡ് എന്നിടത്ത്
8ാം ക്ലാസ് പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ 8 എന്ന കോളത്തിലും +1 പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ +1 എന്ന കോളത്തിലും ഇതുപോലെ മാർക്ക് ചെയ്യുക. ശേഷം എത്രാമത്തെ ഭാഗമാണ് എന്നുറപ്പുവരുത്തി പാർട്ട് എന്നിടത്ത് ആ ഭാഗത്തിന്റെ നമ്പറും അടയാളപ്പെടുത്തുക. പരീക്ഷയുടെ തീയതി എഴുതാനുള്ള ഭാഗമാണ് അടുത്തത്. ഉദാഹരണത്തിന് 27/4/2025 എന്ന തീയതിയിലാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ എക്സാം ഡേറ്റ് എന്നതിനോട് ചേർന്ന് കാണുന്ന കോളങ്ങളിൽ 27/04/2025 എന്ന രൂപത്തിൽ തീയതി രേഖപ്പെടുത്തുക. അതിനു താഴെ കാൻഡിഡേറ്റ് സൈൻ എന്ന ഭാഗത്ത് പരീക്ഷാർത്ഥി ഒപ്പുവയ്ക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യമായ മാർക്കുകളാണ് ലഭിക്കുക. തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കില്ല. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലെ ഓരോ ചോദ്യത്തിന്റെയും മാർക്ക് അതത് ചോദ്യത്തിനു സമീപം തന്നെ കാണിച്ചിട്ടുണ്ടാവും. ഇനി ഉത്തരങ്ങൾ എഴുതേണ്ട രൂപം നോക്കാം. ചോദ്യപേപ്പറിൽ ഒരു ചോദ്യത്തിന് 4 ചോയ്സ് ഉണ്ടാവും. ചോദ്യം കൃത്യമായി വായിച്ച് താഴെ കാണുന്ന ചോയ്സിൽ ഏതാണ് ശരിയായ ഉത്തരം എന്ന് കണ്ടെത്തുക. ഉദാഹരണത്തിന് 1ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ്? ഈ ചോദ്യത്തിന് ഇനി പറയുന്നതുപോലെ 4 ചോയ്സുകളുണ്ടാവും. എ. എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കത്തിക്കുക. ബി. ഷോപ്പിംഗിന് പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കുക. സി. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനരുപയോഗിക്കുകയും റീസൈക്കിൾ ചെയ്യുകയും ചെയ്യുക. ഡി. പ്ലാസ്റ്റിക് മാലിന്യം നദികളിൽ വലിച്ചെറിയുക. ഇതിൽ ഉത്തരം സി അഥവാ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനരുപയോഗിക്കുകയും റീസൈക്കിൾ ചെയ്യുകയും ചെയ്യുക എന്നതാണ്. അത് ഉറപ്പുവരുത്തിയ ശേഷം OMR ഷീറ്റിൽ 1 എന്ന ചോദ്യ നമ്പർ കണ്ടെത്തുക. ശേഷം അതിനു നേരെ കാണുന്ന സി എന്ന കോളത്തിൽ ഇപ്രകാരം തെറ്റുകൾ കൂടാതെ മാർക്ക് ചെയ്യുക. 7. പരീക്ഷ അവസാനിച്ച ശേഷം OMR ഷീറ്റും ചോദ്യപേപ്പറും ഇൻവിജിലേറ്റർക്ക് കൈമാറണം. ചോദ്യപേപ്പർ പരീക്ഷാർത്ഥികൾ കൊണ്ടുപോകാൻ പാടില്ല. 8. ചോദ്യപേപ്പറിന്റെ തുടക്കത്തിലും അവസാനത്തിലും റഫ് വർക്കുകൾക്കായി പേജുകൾ നൽകിയിട്ടുണ്ട്. ആവശ്യാനുസരണം അവ ഉപയോഗപ്പെടുത്താം. 9. ഉത്തരങ്ങൾ അടയാളപ്പെടുത്തുന്നത് കറുത്ത അല്ലെങ്കിൽ നീല ബോൾ പോയിന്റ് പെൻ ഉപയോഗിച്ചായിരിക്കണം. ജെൽ പെൻ, പെൻസിൽ, മാർക്കർ മുതലായവ ഉപയോഗിക്കരുത്. 10. പരീക്ഷാ ഹാളിൽ മൊബൈൽ ഫോണുകളും കാൽക്കുലേറ്ററുകളും സ്മാർട്ട് വാച്ചുകളും മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങളും കൈവശമോ ഉപയോഗത്തിലോ ഉള്ളത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. പരീക്ഷകൾക്ക് നന്നായി തയ്യാറെടുക്കുക. എല്ലാവർക്കും മികച്ച വിജയം ആശംസിക്കുന്നു.